ഒരു പരിഷ്കാരത്തിന് കണ്ണട വെക്കുന്നതല്ല, കണ്ണ് തുറക്കാൻ പറ്റാത്ത നല്ല ഓണവെയിൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ഇത്രയും വെയിലുണ്ടാവും എന്നറിയില്ല. ഈ ഞാൻ ചോദിക്കുക, നമ്മൾ ഓരോ പാട്ട് ചെയ്യുമ്പോഴും ആ ചെയ്യണ സമയത്ത് എനിക്കറിയാം ജോബിനെ പോലെ വളരെ എന്താ പറയുക ഓണസ്റ്റായി അതിനുവേണ്ടി പരമാവധി പ്രയത്നിച്ച് പാട്ട് ചെയ്യുന്ന ഒരാളാണ് ജോബ്. അപ്പോൾ ചിലപ്പോൾ ആ പാട്ട് അപ്പം ശ്രദ്ധിക്കപ്പെടാതെ പോവാം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാം. പക്ഷെ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് ശേഷം അത് ഹിറ്റാവുക എന്നല്ല പറയേണ്ടത്, അതൊരുമാതിരി എവിടെ തിരിഞ്ഞാലും കണ്ണോട് കണ്ണായിടാം അല്ലേ, ഓളങ്ങളിൽ എന്നൊക്കെ അല്ലാണ്ട് കേൾക്കാത്ത ഒരവസ്ഥ. ഈ പ്രോസസ്സ് എങ്ങനെയായിരുന്നു അന്ന് തിരിച്ചറിഞ്ഞത്? അതായത് ഇത് ഹിറ്റാവുന്നു നമ്മൾ സാധാരണ വൈറലാവുന്നതൊക്കെ തിരിച്ചറിയുന്ന നമുക്ക് തന്നെ ആൾക്കാർ കുറച്ച് അയച്ചു തരും. അപ്പം അതെങ്ങനെ ഹിറ്റായത് അറിയുന്നുണ്ടായിരുന്നു? ഒരു പിടുത്തമല്ല ശ്രീജ, അത് എങ്ങനെ എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ റീൽസ് ഞാൻ ലാപ്പത്ത ലേഡീസ് അതിൻ്റെ ഒരു ഏതോ ഒരു സീന് ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു സീനില്ല, അതും ഈ പാട്ടുമായിട്ട് ഇട്ടിട്ടൊരു ഏതോ ഒരു റീല് കണ്ടിരുന്നു. പിന്നെ അന്നയും റസൂലും ആ സിനിമയുടെ ചില ക്ലിപ്സ് ഏതൊക്കെയോ വെച്ചാൽ ഈ പാട്ടിട്ട്. പിന്നെ ദിൽഷാദ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എനിക്കൊന്നൊരു കാശ്മീരി ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് ദിൽഷാദ് എന്ന് എടുത്ത്. അത് ആ ഒരു ഹാർമോണിക് മൈനർ അങ്ങനത്തെ ഒരു മൂഡ്, സിമിലർ മൂഡാണ് അത്. ഈ അടുത്തിറങ്ങിയൊരു പാട്ട്, അത് കുറേ മലയാളീസ് ഇഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രഷന് സാമ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു മൂഡ് അത്. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടെ എടുത്ത് ഞാൻ കണ്ടു. ഒരു 3 റീലേ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ചോദിച്ചാൽ കുഴപ്പമില്ല, ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു വിചാരിച്ചിട്ട് US ഒരു ട്രിപ്പെല്ലാം യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഞാനും പുള്ളിക്കാരിയും കൂടെ വൈഫും കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് കണ്ണോട് കണ്ണായിടാൻ ഇങ്ങനെയാണ് ഉണ്ടായത്, പുള്ളിക്കാരിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തതാണ് കമ്പോസ്. ആ പോസ്റ്റ് ഇതുവരെ ചെയ്ത ഒരു പോസ്റ്റിനകത്ത് അപ്പം എനിക്ക് മനസ്സിലായി പാട്ട് അത് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരി വിളിച്ചിട്ട് എടി എന്താ സംഭവിക്കുന്നത്, ഇത് എനിക്ക് മനസ്സിലായി എന്താണ് ആ സാറേ കറക്റ്റ് അല്ല ലിറ്ററലി. അത് ഞാൻ പിന്നെ വിചാരിക്കുന്നത് അതൊരു എന്തൊക്കെ പറഞ്ഞാൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ സെഷനും. അതെപ്പോഴും അതിന് അർഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കലയുടെ ഒരു കാര്യം അങ്ങനെയാണ്. ചില സിനിമയൊക്കെ പറയില്ലേ ഇത് തിയേറ്ററിൽ അയ്യോ അന്ന് കണ്ടില്ല അല്ല, പത്മനാഭൻ സാറ് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. സാറിൻ്റെ ഇറങ്ങിയ സമയത്ത് അന്ന് തിയേറ്റേഴ്സിൽ അത്ര അപ്രിഷിയേറ്റഡ് ആവാത്ത സിനിമകളാണ് ഇന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ക്ലിപ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ. പുള്ളി പറയുന്നൊരു, താങ്കൾ കണ്ടിട്ടുണ്ടോ? ഒരു ഇതുപോലെയാണ് ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം കലയുടെ അതിനാ ഒരു ഇത് കിട്ടുന്നത്, അംഗീകാരം കിട്ടുക എന്നൊക്കെ പറയുന്നത്. ശരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാർത്ഥമായിട്ട് അപ്രോച്ച് ചെയ്യുക, ബാക്കി ചിലപ്പം വരാതിരിക്കാം. നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. അത് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്കത് പൂർണ്ണമായും ഓക്കെ ആണോ എന്നുള്ളതാണ് എൻ്റെ എപ്പോഴുള്ള കാഴ്ച. കൂടുതൽ നമ്മൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുമ്പം അതൊരിക്കലും പ്യുവർ അല്ലാതായിപ്പോവും. പ്യുവറസ്റ്റ് അപ്രോച്ച് ആവില്ല. അതൊരു താൽക്കാലികമായിട്ട് അവരെ നമ്മൾ സോപ്പിടാൻ പോകുന്ന ഒരു സംഭവമാണ്. അത് പ്രേക്ഷകനറിയാം, അവർ കറക്റ്റായിട്ട് അവർക്കറിയാം ഇത് തൽക്കാലം തട്ടിക്കൂട്ടിയതാണ്, കുറച്ച് ദിവസം കേൾക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ അവർ വിടും, അവർക്കറിയാം. അതൊരു വലിയ എനിക്ക് തോന്നുന്നു പലർക്കൊരു പക്ഷേ അവരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ അത് തിരിച്ചറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് ഞാൻ പറയാറുണ്ട്. ആരായാലും എൻ്റെ അടുത്ത് ഇങ്ങനെ ചേട്ടാ ഇത് ഇപ്പം എന്താ ചെയ്യുന്നത് ഈ പാടുന്നത് പറയുമ്പോൾ ഞാൻ പറയും പേഷ്യൻസ് ആണ് ആദ്യം. എനിക്ക് വേറെ ഒരു കാര്യത്തിൽ ക്ഷമയില്ല, ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തോ ഭാഗ്യത്തിന് ഇതിൽ മാത്രമേ ക്ഷമയുള്ളൂ. എല്ലാ കാര്യത്തിലും ഒരു കാര്യം ക്ഷമയില്ല. വെപ്രാളമാണ് മൊത്തം. പക്ഷെ ഈ ഒരു കാര്യം ഇപ്പോൾ റെക്കോർഡിങ്സ് ആയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കലാകാരൻ ജോബേ 1 മാസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ചേട്ടാ 2 മാസം ആയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ എപ്പോൾ. അപ്പോൾ എനിക്കറിയാം അത് അന്നാലും അവരുടെ പ്യുവറസ്റ്റ് സാധനം നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ധൃതി പിടിപ്പിച്ച ഒരു ആർട്ടിസ്റ്റിന് അത് വൃത്തിയായിട്ടത് ചെയ്യാൻ പറ്റില്ല, അവർ മനസ്സ് തരാൻ പറ്റില്ല എന്നുള്ളത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കിപ്പോൾ സിനിമ പോലെ ഡെഡ് ലൈൻ റിലീസ് അങ്ങനത്തെ സംഭവമില്ല, നമ്മൾ തീരുമാനിക്കും നമ്മുടെ റിലീസ്